പ്രിയപ്പെട്ട റഫീഖിൻ്റെ ഒരു കവിതയിൽ ഒരു പാട്ടിൽ പറയില്ലേ, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറയുന്നുണ്ട്. എന്ന മാതിരി സ്നേഹം കൊണ്ട് മാത്രം എത്തിക്കൂടിയവരാണ് എല്ലാവരും തന്നെ. ആരും നിർബന്ധിച്ചിട്ടോ അതല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. കുസുമം എന്നോട് പറഞ്ഞ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള സഹകരണമാണ് ടീച്ചറെ. ഇത് സാറ ടീച്ചർക്കുള്ള സഹകരണമല്ല. ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സാറ ടീച്ചർ അല്ലെങ്കിൽ വേറൊരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒപ്പം നിൽക്കുകയാണെങ്കിൽ, ശബ്ദമുയർത്തുകയാണെങ്കിൽ, എഴുതുകയാണെങ്കിൽ ആ ആളിന് അവകാശപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ ആ ആളിന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്നാണ്. എല്ലാ കാലഘട്ടവും നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. ഞാനിവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരുപാട് ജനകീയ സമരം, എൻ്റെ സാഹിത്യത്തെ പറ്റി എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ സുഹൃത്തുക്കൾ ധാരാളമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇവിടെ പറയേണ്ട ഒരു കാര്യവും ഇല്ലാത്ത വിധത്തിൽ വളരെ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള ചില പ്രഭാഷണങ്ങൾ ഇവിടെ കേൾക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിരോധ ജനകീയ സമരങ്ങളെ കുറിച്ചിട്ട് നടന്ന സെഷനുകൾ, അതുപോലെ തന്നെ മാനുഷി എന്ന് പറയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടികളെ അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ വാശി പിടിച്ചിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല എന്നാണ് കുസുമത്തിനോട് ആദ്യം പറഞ്ഞത്. കുസുമ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒന്ന് ടീച്ചറിനെ ആദരിക്കണം, ടീച്ചറിൻ്റെ എഴുത്തിനെയും മറ്റൊക്കെ ആദരിക്കണമെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് എൻ പത്മനാഭൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ്. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെ എഴുത്തിൻ്റെ 25-ാം വാർഷികം 50-ാം വാർഷികം അങ്ങനെയൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിക്കാൻ പോലും അശേഷം താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ എഴുതുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതങ്ങനെ നൈരന്തര്യമായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നാഴികക്കല്ല് പോലെ ഇത് എന്തിന് അടയാളപ്പെടുത്തണം എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വ്യക്തിപരമാണത്. അതാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. തന്നെയല്ല, ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണോ ഞാൻ എന്ന നിരന്തരമായ സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് കുസുമവും കുറച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കൂടി വന്നിട്ട് ഇങ്ങനെ ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുസുമത്തിനോട് ആദ്യം അത് നിഷേധിച്ചത്.